ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഇവർക്ക് ഗ്രാറ്റുവിറ്റി ബാധകമാകണമെങ്കിലും ഇവർക്ക് തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഇവർ ഉൾപ്പെടേണ്ടതായിട്ടുമുണ്ട്. ഇവർക്ക് വാസ്തവത്തിൽ ഒരു നിയമനമില്ല. ഇവര് ഒരു പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഓഫീസറും ചേർന്നിരുന്ന് ആണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവർ സ്ട്രക്ചേർഡ് ആയിട്ട് അവരുടെ ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവരുടെ വോളണ്ടിയർ സേവനം അടയാളപ്പെടുത്തുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവർക്ക് ഭാഗികമായി ജോലി ചെയ്യാം എന്നുള്ളത്. അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇവരെ ഇതൊക്കെ പറഞ്ഞല്ലോ, ഒരു സർക്കാർ പറഞ്ഞു അടുത്ത 11 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവർ പറയുകയാണ്. അടുത്ത ഒരു റിട്ടയർ ചെയ്യുമ്പോൾ എന്തെന്നുള്ളത് അവരെ ഇപ്പോഴേ മത്തിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. ഇത് മാത്രം ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ഇടതുപക്ഷ സർക്കാരാണല്ലോ. മറ്റു പല സംസ്ഥാനങ്ങളും ഇതേ മാനദണ്ഡങ്ങൾ നിൽക്കെ ഇവർ വോളണ്ടിയേഴ്സ് ആയി തുടരെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് പ്രഖ്യാപിച്ചു. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച പശ്ചിമ ബംഗാളിന്റെയും ഹരിയാനയുടെയും ഏറ്റവും ഒടുവിൽ ആന്ധ്രാപ്രദേശിന്റെയും ഉദാഹരണം. എന്തുകൊണ്ട് നമുക്കത് ചെയ്തു? അഭിലാഷേ, 30-40 വർഷം കഴിഞ്ഞിട്ടുള്ള സ്കീം കേരളം പ്രഖ്യാപിച്ചാൽ മതിയോ? ആശമാരെ അങ്ങനെ പഠിച്ചാൽ മതിയോ? അല്ല, നമ്മൾ ഉറപ്പാക്കുന്നത് എന്തിനാണ്? കൊടുക്കണം, വിരമിക്കുന്ന സമയത്ത്. ഒന്ന്, ഇപ്പോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആളുകളുടെ ആവശ്യം, ഒന്ന് ഓണറേറിയത്തിന്റെ വർധന, മിനിമം കൂലിക്ക് സമാനമായ വിധത്തിലുള്ള വർധനവ്, 2 വിരമിക്കൽ ആനുകൂല്യം, ഗ്രാറ്റുവിറ്റി അടക്കമുള്ള കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് CITU വിവിധ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നത്. പീപ്പിൾസ് ഡെമോക്രസി ഇക്കാര്യത്തിൽ CITUവിന്റെ സമരത്തെ കുറിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഭിലാഷ, ഈ വിഷയം ആശമാരുടെ സംഘടനകൾ എന്നോട് ഉന്നയിച്ചിട്ടുണ്ട്, സർക്കാരിന്റെ മുന്നിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, മിനിറ്റ്സ് ഉണ്ട്. ഇതിലൊന്നും നിങ്ങൾക്ക് തരില്ല എന്നൊരു നിലപാട് സംസ്ഥാന സർക്കാരിനില്ല. എന്താണ് നമ്മുടെ നിലപാട്? ഉറപ്പ് കൊടുത്ത് സമരം അവസാനിപ്പിക്കണ്ടേ? അല്ല, അതിൽ ഈ ഇപ്പോ സമരം ചെയ്ത് ഇപ്പൊ അവിടെ സമരം ചെയ്യുന്നവർ 26,125 ആശമാരുണ്ട്. അതിൽ 25,600 പേരും ഫീൽഡിലുണ്ട്. പക്ഷേ ഈ അന്ന് എൻ്റെ അടുത്ത് വന്ന ഈ പറയുന്ന സംഘടനയുടെ SUCയുടെ സംഘടനയാണല്ലോ അവിടെ സമരം ചെയ്യുന്നത്. അതിൽ ശ്രീ സദാനന്ദൻ എന്ന് പറയുന്ന അദ്ദേഹം പ്രസിഡന്റും ബിന്ദു എന്ന് പറയുന്ന ശ്രീമതി ബിന്ദു സെക്രട്ടറിയുമാണ്. ബാക്കി 2 ആശം, ഇവർ രണ്ടുപേരും 2 ആശമാരും കൂടിയാണ് എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നത്. ഞാൻ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളും അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സംസ്ഥാന സർക്കാരിന് ഇതിലൊരു എതിർനിലപാടില്ല. ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. നിങ്ങൾ ഗ്രാറ്റുവിറ്റി കൊടുക്കത്തില്ല എന്നൊരു വിഷയം ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഈ വിഷയങ്ങൾ നമ്മൾ പരിഗണിക്കാം എന്ന് പറയുകയും അതില് പരിഗണിക്കുമ്പോൾ ആശമാരെ 10 വർഷം കഴിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പൊ പ്രഖ്യാപിച്ച് പോവല്ല കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ, അതായത് ഞങ്ങളുടെ സർക്കാർ ഭരണം അവസാനിപ്പിക്കുമ്പോഴേക്ക് ആശമാരുടെ സോഷ്യൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഓണറേറിയം ആവട്ടെ, വിരമിക്കൽ ആനുകൂല്യമാവട്ടെ, ഗ്രാറ്റുവിറ്റി ആവട്ടെ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏറ്റവും ജനുവിനായ ഗ്യാരണ്ടീഡായ ഇൻകം അവർക്ക് കിട്ടുന്ന വിധത്തിലുള്ള നിലപാടെടുക്കുമെന്ന് പറയാൻ പറ്റും. 2012-13 UDF സർക്കാരിന്റെ കാലത്തിൽ 0.11 ആണ്. എല്ലാം ശരിയാക്കാനാണ് LDF വന്നത്. LDF ഒരു പറഞ്ഞത്.